ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വ്ളോഗല്ല കേട്ടോ, നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും. ഡെയിലി കുക്കിംഗ് അല്ലേ ചെയ്യുന്നത്. ഡെയിലി മീൻസ് ഞാനിടുന്ന വീഡിയോ ഒക്കെ കുക്കിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് സിറ്റി സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു, സാൽമിയയിലുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും വീഡിയോ എടുക്കേണ്ടിയിട്ട് പോയതല്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നോർമലി ഞങ്ങൾ ഇവിടെ പോകാറില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങും. പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ കിച്ചൺ ഐറ്റംസ് ഉണ്ടല്ലോ, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട കിച്ചൺ സാധനങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ ഓഫറായിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ അല്ലാത്ത സാധനങ്ങളും ഉണ്ട്, കിട്ടാത്ത ചില സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങും. പിന്നെ കിച്ചൺ ആ ഒരു ഭാഗത്തുണ്ടല്ലോ, നമ്മൾ ഈ ഒരു ലേഡീസിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കും, ചുമ്മാതെ ഇങ്ങനെ ഉരുണ്ട് കളിക്കും. എന്താണെന്നറിയില്ല, അതിങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു മനതൃപ്തി എന്നൊക്കെ പറയില്ല, മനസംതൃപ്തി അതന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ട് ഒക്കെ കളിക്കും. നമ്മൾ ചിലപ്പോൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനങ്ങളായിരിക്കില്ല വാങ്ങിയിട്ട് വരുന്നത്, വേറെ എന്തൊക്കെയോ വാങ്ങിയിട്ട് വരും. അപ്പോൾ ഇസ്മായിൽക്ക് പറയും, നീ ലിസ്റ്റാക്കിയിട്ട് എഴുതിയിട്ട് വരണം, അങ്ങനെ ആകുമ്പോൾ ആ ഭാഗത്ത് പോയിട്ട് അത് മാത്രം എടുത്തിട്ട് വരാമല്ലോ എന്നുള്ളത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒന്നും പറ്റില്ലല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ എന്താ പറയുക, അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ക്യാൻഡിലും ഇതൊക്കെ പല ടൈപ്പിലുള്ളത്. എന്ത് സാധനം ഉണ്ടെങ്കിലും അത് കുറേ ബൾക്കായിട്ട് തന്നെ ഉണ്ട് നമുക്ക് വാങ്ങാൻ. ഓഫറുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ പോയാലും എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കണ്ണിൽ ഉടക്കാൻ നിൽക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടും വരും ഞാൻ. നമ്മൾ അത്ര വലിയ പൈസയും ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റും ഇതൊക്കെ തന്നെ, സാധാരണ നോർമൽ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങാൻ പറ്റുന്ന റേറ്റൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുഖമായിട്ട് പോയിട്ട് വാങ്ങാം. പിന്നെ വെജിറ്റബിളും ഫ്രൂട്ടൊക്കെ ഉള്ള ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാകുമ്പോൾ നമുക്ക് സാധാരണ പർച്ചേസൊക്കെ ചെയ്യാം. പിന്നെ ഈ ഭാഗത്ത് എന്ന് പറയുന്നത് അടിപൊളി ഇങ്ങനെ പാത്രം പോലത്തതും കിച്ചൺ സംബന്ധിച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ബ്യൂട്ടി ആ ഭാഗത്തൊക്കെ പോയാൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, എന്താ സാധനം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുക. പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് സ്ഥലം, എൻ്റെ എന്നല്ല ലേഡീസിൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഇങ്ങനെ നമുക്ക് ഈ പുതിയ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ പഴയതൊന്നും ഇല്ലാത്തതുപോലെ ആയിരിക്കും, റൂമിലൊന്നുമില്ല, ഇത് വാങ്ങാമെന്നുള്ള പോലെ ആയിരിക്കും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ എല്ലാം ഉണ്ടാവും, എന്നാലും ഒന്നിങ്ങനെ നോക്കണം. പിന്നെ ഈ കുക്കറൊക്കെ എന്ത് ഭംഗിയാണെന്നോ. പക്ഷേ കുക്കറിനൊക്കെ നല്ല റേറ്റൊക്കെ ഉണ്ട്, 50 KD അങ്ങനെയൊക്കെ വരുന്നുണ്ട്, സാധാ കുക്കറില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ എന്ത് ഭംഗിയാണെന്ന് കാണുമ്പം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് അവിടുത്തെ ലൈറ്റിൻ്റെ ഇത് വെച്ചിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എന്നിട്ട് അത് വാങ്ങിയിട്ട് ചിലപ്പോൾ റൂമിലെത്തിക്കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവണമെന്നില്ല. പിന്നെ ബെഡ്ഷീറ്റും ഇതൊന്നും പിന്നെ അധികമായിട്ട് നോക്കിയിട്ടില്ല. എല്ലാം നോക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കുമല്ലോ, 1-2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യും ഓരോ ഭാഗത്തു നിന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ നമുക്ക് വേണ്ട ഇങ്ങനത്തെ സാധനങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. പിന്നെ എന്തായാലും കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം നോക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരും. പിന്നെ അവിടെ ഇവിടെയായിട്ട് ട്രോളിയിൽ എന്തെങ്കിലും വേണ്ടാത്ത 1-2 സാധനങ്ങൾ എന്തായിട്ടും പെറുക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പർച്ചേസൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്.
എന്താ വാങ്ങിയ? ഇതാ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാധനം കിട്ടി, ചക്ക. അപ്പോൾ ഞാൻ കുറേ ചക്കേൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി കാണണേ. ചക്കേൻ്റെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതാ ചക്ക കിട്ടി, പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ചക്കയൊക്കെ എന്താ പറയുക, നാട്ടിൽ പോയിട്ട് കഴിക്കാറുള്ളൂ. ഇവിടെ നിന്ന് കിട്ടി അങ്ങനെ വാങ്ങാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നാട്ടിൽ പോയിട്ട് തന്നെ കഴിക്കണം. അപ്പം പിന്നെ കുറച്ച് സഹിച്ച് പിടിച്ച സാരമില്ലല്ലോ. പക്ഷെ ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്ന് വാശിയൊന്നുമില്ല. ചിലരൊക്കെ വാങ്ങുന്നതാണ് കഷ്ടപ്പെട്ടിട്ട്. ഭയങ്കര റേറ്റും ആയിരിക്കും. പക്ഷേ ഇതിനത്ര റേറ്റൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ റേറ്റ് വിചാരിച്ചിട്ട് മാത്രമല്ല വാങ്ങാതിരുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് കഴിക്കാതെ നാട്ടിൽ പോയിട്ട് കഴിക്കുമ്പോൾ ഓരോരോ പ്രത്യേക ഒരു ഫീലായിരിക്കും. അപ്പം അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ ഇതാ പല ടൈപ്പിലുള്ള ഫ്രൂട്ടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓഫറുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഒന്നും പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെ എല്ലാ വെജിറ്റബിൾസ് ഉണ്ടാകാറില്ല. ഇവിടെ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾ, ഇപ്പോൾ നമുക്കൊരു സാമ്പാറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ വെജിറ്റബിളൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. പകരം ഈ പൊട്ടറ്റോ അങ്ങനത്തെ നോർമലി എല്ലാവരും വാങ്ങുന്ന അങ്ങനത്തെ പിന്നെ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. പിന്നെ പലതരം ചീസസ് ഉണ്ട് കേട്ടോ. ചീസ് എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ഈ മൊസറല്ല, പിന്നെ നമ്മുടെ ഫെഡ ചീസ് അല്ലെങ്കിൽ ചേഡാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൈപ്സ് ചീസേ അറിയാവും. പക്ഷേ ഇത് എന്തൊക്കെ ടൈപ്പ് വന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ ഇരുന്നിട്ട് വായിച്ചു നോക്കി. അല്ല ഏകദേശം ഒരേപോലെ ഉണ്ട്, പക്ഷേ പല ടൈപ്പുള്ള പേര് ചീസസ് അങ്ങനെയൊക്കെ ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. പിന്നെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞെന്ന് തോന്നിയാലും പിന്നെ അങ്ങനെ നിൽക്കാറില്ല. വേഗം ബില്ലാക്കി റൂമിലേക്ക് പോകാൻ തോന്നും. കുറച്ച് ഫസ്റ്റ് വന്നപാട് നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ കുറച്ച് മടിയൊക്കെ പിടിക്കും. അപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് 1 KD 2 KD എന്നൊക്കെ പറഞ്ഞിട്ട് 990 ഫിൽസ് അങ്ങനെയൊക്കെ ഉള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ആവശ്യമില്ലാന്ന് തോന്നിയപ്പോൾ എടുത്തിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മളോട് എടുത്തു പോവും. ലാസ്റ്റ് വരുന്നവരെ ചുമ്മാ ഒന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ബൗളൊക്കെ എടുത്തു പോവും. ഒന്നല്ല, ഒരു 6 സെറ്റൊക്കെ ആയിട്ടുള്ള ബൗളിന് 1 KD അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് പുതിയിട്ട് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.